അപ്പോൾ ദേ ഇന്നലെ കിട്ടിയ ആ ഞണ്ടില്ലേ അത് ഞാനൊന്ന് പൊളിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് പൊളിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. ചിലർ ഈ ഞണ്ട് വേവിച്ചിട്ട് പൊളിക്കാറുണ്ട്. പക്ഷെ അത് ടേസ്റ്റ് കുറയുമെന്നാണ് പറയാറുള്ളത്. ഞങ്ങളിവിടെ ചെയ്യുന്നത് പച്ചയോടെ തന്നെ അങ്ങോട്ട് പൊളിച്ചെടുക്കുകയാണ്. അപ്പം നമുക്കിത് പൊളിച്ചു തുടങ്ങാം. അപ്പോൾ ദേ ആദ്യം തന്നെ ഈ ഞണ്ടിനെ അങ്ങോട്ട് പിടിച്ച് അതിൻ്റെ കാലൊക്കെ ഒന്ന് പറിച്ചു മാറ്റാം. അപ്പോൾ അത് ഇങ്ങനെ ഒരു തിരിതിരിക്കുമ്പോൾ കാല് പെട്ടെന്ന് അങ്ങോട്ട് പോരുന്നതാണ്. പക്ഷേ ഈ ഒരു കാല് പോരുന്നേ ഇല്ലായിരുന്നു. കുറേ പണിപ്പെട്ടിട്ട് ഞാനതങ്ങോട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ത്രികോണത്തിലിരിക്കുന്ന ഈ ഒരു ഭാഗം കണ്ടു, അതൊന്ന് കത്തി കൊണ്ട് ഇന്ന് തുറന്നെടുത്തിട്ട് നമുക്കതൊന്ന് പൊളിച്ചു മാറ്റാം. എന്നിട്ട് ഈ അറ്റത്തുള്ള രണ്ട് ഭാഗങ്ങൾ നമുക്കൊന്ന് പൊളിച്ച് നീക്കേണ്ടതുണ്ട്. അപ്പം അതുകൂടെ ഒന്ന് പൊളിച്ച് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ചില ഞണ്ടുകൾക്ക് ഇച്ചിരി പാട് വരും. അപ്പോൾ നമുക്ക് കത്തി ഉപയോഗിച്ച് ഒന്ന് തുറന്നു കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ കൈകൊണ്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ പൂവുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് നമുക്ക് അടർത്തി മാറ്റാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് രണ്ടായിട്ട് മുറിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞണ്ടിൻ്റെ പൊന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടി പല ഇതും തുറന്ന് നോക്കിയിട്ട് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞണ്ടിൻ്റെ പൊന്നെന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാ ഞണ്ടിലും ഒന്നും കാണുകയില്ല, ചില ഞണ്ടുകളിൽ മാത്രമേ കാണാറുള്ളൂ. ഇനി വലിയ ഞണ്ടുകളാണെങ്കിൽ അതിൻ്റെ കാല് കൂടെ എടുക്കും. അപ്പം നമുക്ക് ആ ഒരു പല്ല് ഭാഗമില്ലേ, അതൊന്ന് അടിച്ചു പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് രണ്ട് കൊട്ടും കൊട്ടി അതങ്ങോട്ട് എടുക്കുക. അപ്പോൾ ബാക്കി ഞണ്ടുകൾ കൂടെ ഞാനൊന്ന് പൊളിച്ചെടുക്കട്ടെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.